ഐ ടി ഐക്ക് ശേഷം ഞാൻ അപ്രൻറ്റിഷിപ്പൊന്നും ചെയ്തിട്ടില്ല, അതായത് ട്രെയിനിങ്ങൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരെ വർക്കിനിറങ്ങിയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. നേരെ തന്നെ വർക്കിനിറങ്ങിയതിലൊക്കെ ഒരുപാട് റിഗ്രറ്റ് അടിച്ചിരുന്നു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 270ാമത്തെ റാങ്കായിരുന്നു. അതിൽ നിന്ന് 3ാമത്തെ റാങ്ക് വരെ എത്തിയല്ലോ, അതെന്നെ കൊണ്ട് സാധിച്ചു. രാവിലെ മോർണിംഗ് ഒരു 7:30ക്ക് വർക്കിനിറങ്ങി കഴിഞ്ഞാൽ 3 മണി 4 മണിയാവും വീട്ടിലെത്താൻ, തിരിച്ചെത്താൻ. അതിന് ശേഷമുള്ള ടൈമാണ് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് വിജിലൻസിൽ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും അതൊന്ന് എടുത്തു നോക്കാമെന്ന് കരുതി. പ്രധാനമായിട്ട് നമുക്ക് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഈ കോച്ചിങ്ങിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് കിട്ടുന്നത്. അതുവരെ വേറെ കോച്ചിങ്ങിലൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ അടുത്തിടെ പബ്ലിഷ് ചെയ്ത കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എക്സാമിനേഷനിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് തൻസീലാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ITI യോഗ്യത കൊണ്ട് തന്നെ ഈ ഒരു വലിയ റാങ്കിൽ എത്താൻ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണ്. പലപ്പോഴും നമ്മളോട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്, ബിടെക്കുകാർ മത്സരിക്കുന്ന പരീക്ഷയിൽ ITIക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു വലിയ ചോദ്യം ഉയരാറുണ്ട്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മുഹമ്മദ് തൻസീൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ സക്സസ് സ്റ്റോറിയിലേക്ക്. അപ്പൊ സ്വാഗതം തൻസീൻ. ഇപ്പം താങ്കള് വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എന്ന് പറഞ്ഞൊരു എക്സാമിനേഷനിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ എഴുതിയൊരു എക്സാമിനേഷനാണ്. ഒരു എക്സാമിനേഷൻ 3ാം റാങ്കാണ് നേടിയിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. 3ാം റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം റാങ്കുകാരനും 3ാം റാങ്കുകാരനും ഒക്കെ തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസമൊക്കെ നമുക്കറിയാം, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു നേട്ടത്തിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉദ്യോഗാർത്ഥിക്കും താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്, ഒന്ന് പറയുക. എൻ്റെ പേര് മുഹമ്മദ് തൻസീൽ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം +2 കഴിഞ്ഞതിന് ശേഷം ITIയിൽ പോകുന്നത്. അപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിട്ട് വീട്ടുകാർ അങ്ങനെ പറഞ്ഞപ്പോൾ ITI പോയി ചേർന്നു. അങ്ങനെയാണ്. പിന്നെ എനിക്ക് ITIക്ക് ശേഷം ഞാൻ അപ്രൻറ്റിഷിപ്പൊന്നും ചെയ്തിട്ടില്ല, അതായത് ട്രെയിനിങ്ങൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരെ വർക്കിനിറങ്ങിയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പല എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എക്സാമുകൾ അതായത് ഇന്ത്യൻ നേവി, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇവിടെയൊക്കെ ഈ അപ്രൻറ്റിഷിപ്പിൻ്റെ വാല്യൂ അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. നേരെ തന്നെ വർക്കിനിറങ്ങിയതിലൊക്കെ ഒരുപാട് റിഗ്രറ്റ് അടിച്ചിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ PSCനെ പറ്റി അറിയുന്നത്. അന്നേരം PSC ഫസ്റ്റ് എഴുതുന്നത് വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ തന്നെയായിരുന്നു ഫസ്റ്റ് എഴുതുന്നത് എക്സാം. PSC കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അതിൽ 270ാമത്തെ റാങ്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം വീണ്ടും എക്സാം എഴുതി. അപ്പോൾ അന്നൊരു കോൺഫിഡൻസ് കിട്ടി, ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. പിന്നെ എഴുതാൻ തുടങ്ങി. പക്ഷേങ്കിൽ അതിലൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അന്ന് ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ, ഇതിലേക്ക് കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു, അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ട്രേഡ്സ്മാൻ പരീക്ഷയിലാണ് ഒന്നും കൂടി ശ്രദ്ധിച്ച് ഞാൻ ട്രൈ ചെയ്തിരുന്നത്. പക്ഷേങ്കിൽ അതിലെനിക്ക് വരാൻ പറ്റിയിട്ടില്ല, റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടില്ല. എന്നാൽ വാട്ടർ അതോറിറ്റി പ്ലംബറിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോഴാണ് അത് കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നത്. അതിന് നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഇതിൽ എന്തായാലും പിടിക്കണമെന്ന്. അതായത് 1ാം റാങ്കിനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. ഈ 1ാം റാങ്ക് പ്രതീക്ഷിച്ച് 3ാം റാങ്കിൽ എത്തി നിൽക്കുന്ന താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതായത് ഞാൻ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 270ാമത്തെ റാങ്കായിരുന്നു. അതിൽ നിന്ന് 3ാമത്തെ റാങ്ക് വരെ എത്തിയല്ലോ, അതെന്നെ കൊണ്ട് സാധിച്ചു. വലിയ നേട്ടം തന്നെയാണ്. കാരണം എനിക്കിങ്ങനെ വായിച്ചാണ്ട് പഠിക്കുന്നൊരു സ്വഭാവമില്ല, കഴിയൂല. അതായത് പെട്ടെന്ന് മടുപ്പ് വരും. അതുപോലെ തന്നെ ഒരു ഓവറായിട്ട് അതിന്മേൽ ഇരിക്കാനും കഴിയൂല, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ പോരാതെ തന്നെ ഞാൻ രാവിലെ മോർണിംഗ് ഒരു 7:30ക്ക് വർക്കിനിറങ്ങി കഴിഞ്ഞാൽ 3 മണി 4 മണിയാവും വീട്ടിലെത്താൻ, തിരിച്ചെത്താൻ. അതിന് ശേഷമുള്ള ടൈമാണ് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും നോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതുന്നത് നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള ടൈമിലാണ്. അതിരാവിലെ ഒരു 3 മണിയാകുമ്പോൾ രാവിലെ എണീക്കും, എന്നിട്ടാണ് പഠിക്കൽ. ഇങ്ങനെയാണ് ഒരു പഠന മാനേജ്മെന്റ് കൊണ്ടുപോയത്. എന്തായാലും 1ാം റാങ്കാണ് ടാർഗറ്റ് ചെയ്തത്. 3ാം റാങ്കിലേക്ക് എത്തി. അതൊരു വലിയ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 270ആയിരുന്നു. അതെ, ചെറിയ കാര്യമാണോ. മാത്രമല്ല അഡ്വൈസ് ഒക്കെ വരുമ്പോ 1ഉം 3ഉം ഒക്കെ ഒരുമിച്ചൊക്കെ തന്നെയായിരിക്കും വരുന്നത്. ചിലപ്പോ 1നേക്കാളും മുമ്പ് അഡ്വൈസ് തരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാം. അപ്പം 3ാം റാങ്ക് എത്തി നിൽക്കുന്നു. 1ാം റാങ്കിന്റെ സ്വപ്നമായിരുന്നു. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചിട്ട്, അതായത് ഇപ്പം
പല എക്സാമുകൾ എഴുതി തുടങ്ങി, ആദ്യം മുതൽ എഴുതി തുടങ്ങുന്നത്. അപ്പം ഈ എപ്പോഴാണ് ഈ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവുകയും കോച്ചിങ് എടുത്ത് പഠിക്കണമെന്നൊക്കെ? അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 270 റാങ്ക് കിട്ടി. അന്ന് ആ ഒരു ടൈം, ആ എക്സാം നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ കൊറോണ വ്യാപിച്ച് കിടക്കുന്ന ടൈമായിരുന്നു. അന്ന് ആ ഒരു പഠിക്കുന്ന ടൈമിൽ എനിക്കും ചെറുതായിട്ട് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു 63 റാങ്ക് എനിക്ക് നേടാൻ പറ്റി, ഞാൻ സ്വയം പഠിച്ചതുകൊണ്ട്. അന്നേരം ഞാൻ നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി, അത് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അവരൊക്കെ എങ്ങനെ പഠിച്ചത് ഞാൻ ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഓൺലൈൻ കോച്ചിങ് എടുത്തിരുന്നു. അന്നേരമാണ് ഞാൻ കോച്ചിങ്ങിനെ പറ്റി അറിയുന്നത്. അതുവരെ എനിക്ക് കോച്ചിങ് ഉള്ളതിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ട്രേഡ്സ്മാൻ പരീക്ഷ വരുന്നത്. അന്നേരം ഞാൻ 2 കോച്ചിങ് എടുത്തിരുന്നു. ആദ്യത്തെ ഒരു കോച്ചിങ് എടുത്തു, അത് വെറുതെ പൈസ പോയി എന്നുള്ള രീതിയിലായിപ്പോയി. കാരണം കണ്ടൻറ്റുകളൊന്നുമില്ല, സിലബസിലുള്ള കണ്ടൻറ്റുകളൊന്നുമില്ല. ജസ്റ്റ് ഒരു എന്തോന്ന് ചെയ്യുന്നു അവർ, അത്രയേ ഉള്ളൂ. അവരെ മെൻറ്ററിൻ്റെ സപ്പോർട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അന്നേരം ഞാൻ രണ്ടാമത് വേറൊരു കോച്ചിങ് എടുത്തു. അത് കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഒരുവിധം മാക്സിമം ഒക്കെ കവർ ചെയ്തു സിലബസ്. എന്നിരുന്നാലും എനിക്ക് ട്രേഡ്സ്മാൻ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് മീറ്റർ റീഡറിൻ്റെ എക്സാം വരുന്നത്. അന്നേരം ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും ഇതിൽ കിട്ടണം. അതിന് ഏത് കോച്ചിങ് എടുക്കും എന്നുള്ളതൊരു കൺഫ്യൂഷനിൽ നിന്നിരുന്നു. പക്ഷേങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ഡെമോ ക്ലാസ്സൊക്കെ ഒന്ന് കേട്ട് നോക്കി. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ബിഗ്ലേൺസിൽ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും അതൊന്ന് എടുത്തു നോക്കാമെന്ന് കരുതിയത്. പ്രധാനമായിട്ടും കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞിട്ട് പഠനത്തിലുണ്ടായ മാറ്റം എന്തായിരുന്നു? പ്രധാനമായിട്ട് നമുക്ക് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഈ കോച്ചിങ്ങിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് കിട്ടുന്നത്. അതുവരെ വേറെ കോച്ചിങ്ങിലൊന്നും ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ, അതെങ്ങനെ സഹായിച്ചു? അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ഡൗട്ട് വരുമ്പോൾ മെൻറ്ററിനോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്. മെൻറ്റർ അന്നേരം തന്നെ ഫാക്കൽറ്റീസിനെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഇതിനകത്തൊരു റാങ്ക് പോസ്റ്റിംഗ് വലിയ ഘടകമാണ്. അതോടെ കോൺഫിഡൻസ് ചെയ്യുന്നു, അത് നമുക്ക് റിസൾട്ടിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് നോട്ട് നിർബന്ധമാണ്, എൻ്റെ ഒരു നിർബന്ധമാണ്. ഞാൻ എന്തായാലും എഴുതിയിട്ടേ പഠിക്കുള്ളൂ. അന്നേരം ഞാൻ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ചിട്ട് ആ ക്ലാസ് കേൾക്കും. എന്നിട്ട് നോട്ട് ചെയ്തിട്ട് എഴുതിയിട്ടാണ് പഠിക്കൽ. ഓക്കെ, അപ്പൊ ഈ പേടിയൊന്നുമില്ലായിരുന്നു? അതായത് ഇത് ITI ലെവൽ എക്സാമാണ്, പക്ഷെ ബിടെക്കാർ കൂടി എഴുതുന്നുണ്ട്, ബിടെക്കാർ ഞങ്ങളെ തകർത്ത് കളയുമെന്നുള്ള പൊതുവെ സോക്കോളിലെല്ലാം നമ്മളെ ഫേസ് ചെയ്യുന്ന ചോദ്യം. ബിടെക്കുകാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവരുടെ പഠന രീതി എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. അതായത് ITI ലെവൽ എന്ന് പറയുന്നത് ITI ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സിലബസാണ്. കാരണം അവർ പഠിച്ച് എക്സാം എഴുതി ITI സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാരാണ്. അന്നേരം അവർക്ക് കഴിയുന്നൊരു കാര്യമാണല്ലോ, അവരുടെ സിലബസിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത് കേരള PSC. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. വെറുതെയാണ്. ഇനി അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മോക്ക് ടെസ്റ്റുകൾ. അതായത് നമ്മളെ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ, ഡെമോ ടെസ്റ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആ ഒരു പാറ്റേൺ എത്രത്തോളമാണ് താങ്കൾ പഠനത്തിൽ ഉപയോഗിച്ചത്? പഠനത്തിൽ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് എക്സാമുകൾ എഴുതിയ സ്ഥിതിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ക്വസ്റ്റ്യനും ആൻസറും ഞാൻ വേറെ നോട്ടായിട്ട് എഴുതിയെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസും ആൻസറുകളും എഴുതി അങ്ങനെയാണ് പഠിച്ചത്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് അപ്പം തന്നെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന രീതിയിലായി എഴുതി പഠിച്ചത് കൊണ്ട്. ഏത് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ക്വസ്റ്റ്യൻ, ചോദ്യത്തിനകത്ത് കണ്ടന്റ് എന്നുള്ളതാണ്. ശരിയാണ്, തറവായി പോകും. അതായത് ഒരു ചെറിയ മേഖല, അതായത് പഠിക്കേണ്ടത് ആ ഒരു സിലബസിനകത്ത് നിന്നുകൊണ്ട് ഇൻഡെപ്ത് മേഖല മൊത്തം നന്നായിട്ട് പഠിച്ചു. വളരെ വൈഡായിട്ട് പോകാതെ ഉള്ള കാര്യങ്ങളെ കുറച്ച് ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതായത് ടെക്സ്റ്റ് ബുക്ക് കാര്യമായിട്ട് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നോട് കഴിയൂല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഴുതി പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ. വേണ്ട സാധനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഭാഗം ഡെപ്തിൽ പഠിച്ചു. ഇപ്പം തൻസീൽ പറഞ്ഞു, അതായത് എക്സാംസിന് എഴുതിയ കാര്യം പറഞ്ഞു. അതായത് ഒരു കൊറോണയുടെ കാലഘട്ടം, കൊറോണ വന്ന് പോയിട്ട് 5 വർഷത്തേക്ക് കൂടുതലായി. നമ്മൾ ഓർക്കുമ്പോൾ ഈ എന്തെല്ലാം കഴിഞ്ഞ പോലെ തോന്നുമെങ്കിലും, അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ്, പഠിക്കാൻ തുടങ്ങും, പരീക്ഷ എഴുതും, ചില റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടത്തില്ല, ചില റാങ്ക് ലിസ്റ്റിന്റെ പിന്നിലായി പോകും. 1-2 പരീക്ഷയിൽ, ഇപ്പൊ ഈവൻ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഈ അഡ്വൈസ് കൊടുക്കുന്ന റാങ്ക് ലിസ്റ്റിന് തൊട്ട് താഴെ ആയവര് പോലും പെട്ടെന്ന്
എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പഠനം നിർത്തുകയാണ്. അപ്പം തൻസീലിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുന്നു, കിട്ടുന്നില്ല, ചിലതിന് പിന്നിലായി പോകുന്നു, ചിലതിന് പ്രതീക്ഷേന്റെ അത്രയും വരുന്നില്ല. അപ്പം തൻസീലിന് വന്ന ആഗ്രഹം എന്ന് പറഞ്ഞാൽ 1ാം റാങ്ക് നേടണമെന്നുള്ളത്. എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ ഈ ഒരു പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത്? അതായത് ഞാനൊരു എക്സാം ചെയ്തിരുന്നു കിലയുടെ. അതിൽ എനിക്ക് 2ാമത്തെ റാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അതിൽ ഒറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അത് ഫസ്റ്റ് റാങ്കിലുള്ള ആൾ കൊണ്ടുപോയി. അന്നേരം ഞാൻ തീരുമാനിച്ചു ഇനിയൊരു എക്സാം എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 1ാമത്തെ റാങ്ക് ആയിരിക്കണം കിട്ടണം എന്നുള്ളത്. അങ്ങനെയാണ് മീറ്റർ റീഡറിന് പഠിക്കുന്നത്. അപ്പം ഓൾറെഡി ഇപ്പം ജോലി ചെയ്യുകയാണ് ഇപ്പം ഹൈക്കോർട്ടിൽ. അപ്പൊ ഹൈക്കോർട്ടിലെ ജോലിക്കിടയിലാണ് ഇത് ഇത്രയും പ്ലാൻ ചെയ്തത്? അല്ല, അതായത് നമ്മുടെ ഈ മീറ്റർ റീഡറിന്റെ എക്സാം കഴിഞ്ഞു, എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു. ആ ഒരു ടൈമിലാണ് എനിക്ക് ഹൈക്കോർട്ടിലെ അപ്പോയിൻമെന്റ് വരുന്നത്. ഓക്കെ. ഈ മീറ്റർ റീഡറിന് എക്സാമിന് പഠിക്കുന്ന ടൈമിലാണ് ഹൈക്കോർട്ടിന്റെ എക്സാം വരുന്നത്. ഈ മീറ്റർ റീഡറിനെ പഠിച്ച ആ ഒരു ലെവൽക്കായിരുന്നു. ശരി. അപ്പൊ അത് ഈ എക്സാമിനേഷന് ഗുണം ചെയ്തു. ഒറ്റ പഠനം, പല പരീക്ഷകള്, അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ. ഇപ്പം കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞു, മോട്ടിവേഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇനി പൊതുവെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്നത് നന്നായിട്ട് പഠിച്ചിട്ട് പോകും, എന്നിട്ട് ഹാളിൽ പോയിട്ട് ഒരു ഉത്തരം തെറ്റിയാൽ മതി. ഒരു ഉത്തരം തെറ്റി കഴിഞ്ഞാൽ 1ാം റാങ്ക് സ്വപ്നം കണ്ട ആളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും പിന്നിലേക്ക് പോകും. നമുക്കറിയാം 1ാം റാങ്കുകാരനും 5ാം റാങ്കുകാരനും തമ്മിലുള്ള മാർക്കുകളുടെ വ്യത്യാസം 1 മാർക്ക് പോലല്ല, പോയിന്റുകളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എക്സാം ഹാളിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ, അതായത് നെഗറ്റീവ് വരുത്താതെ കറക്റ്റ് ഉത്തരം ഫൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. എങ്ങനെയാണ് താങ്കൾ ആ ഒരു എക്സാം ഹാളിനെ ഓവർകം ചെയ്തത്? എക്സാം ഹാളിൽ അതായത് നമ്മൾ ഒരുപാട് പേടിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഓൾറെഡി ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ആയി വന്നിരുന്ന് എഴുതുകയാണ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സാവധാനം ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ ബബിൾ ചെയ്ത് അതായത് നമ്മുടെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ അതിന് ഓവർ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക, അതവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഗസ് വർക്ക് ചെറുതായിട്ട് ചെയ്യലുണ്ട്. അത് എന്റെ അവസാന ടൈമില്. ഗസ് വർക്കുകള് സക്സസ്ഫുൾ ആയിരുന്നോ അതോ? സക്സസ്ഫുൾ ആയതുകൊണ്ട് മൈനസ് അടിച്ചതും ഉണ്ട്. ആണല്ലേ? അപ്പം നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ ഗസ് വർക്ക് ചെയ്യണോ അതോ? ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. നമ്മള് ചിലപ്പോൾ നമ്മള് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എ ആണോ ബി ആണോ എന്നുള്ളൊരു. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താണ്ട് ചെയ്യരുത്. ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നെഗറ്റീവ് കിട്ടും. പിന്നെ വേറെ നിവർത്തില്ല. ഇനിയിപ്പോ ഒന്ന് കിട്ടിയാൽ ലോട്ടറി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തതാ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ITI എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്, ഡിപ്ലോമ ലെവൽ എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്. അപ്പൊ മെക്കാനിക്കലിന്റെ ധാരാളം എക്സാമുകൾ ഇനി വരികയാണ്. പല നോട്ടിഫിക്കേഷനുകളും ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, ITI ലെവലിലും വിളിച്ചിട്ടുണ്ട്, ഡിപ്ലോമ ലെവലിലും വിളിച്ചിട്ടുണ്ട്. ഈ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു 3ാം റാങ്ക് നേടിയ, അതായത് ജീവിതത്തിന്റെ പല സ്റ്റേജുകളിലൂടെ കടന്നു വന്ന് ഇന്ന് 3ാം റാങ്കിന്റെ തിളക്കത്തിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അതായത് നമ്മൾ പഠിക്കുക, മാക്സിമം പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അത് എത്രയാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. അതായത് വേറെ എത്ര നന്നായി പഠിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ളവരായിക്കോട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമ്മളെ കൊണ്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അത്രയും നമ്മൾ മാക്സിമം പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായി നിരവധി സക്സസ് സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം എല്ലാ ഉദ്യോഗാർത്ഥികളും പല സംശയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു സംശയമാണ് ഈ ഒരു ITI ലെവൽ എക്സാമിനേഷനിലേക്ക് ബിടെക് ബിരുദധാരികളും അതിന് മുകളിൽ യോഗ്യത ഉള്ളവരും ഒക്കെ വരുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ITI ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3ാം റാങ്ക് എന്ന വലിയ നേട്ടമാണ് ഇവിടെ നേടിയിരിക്കുന്നത്. അദ്ദേഹം പരാജയപ്പെടുത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിലായപ്പോയ പലർക്കും ബിടെക്കും അതിൽ ഉയർന്ന യോഗ്യതകളും ഉണ്ട് എന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്. നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുവാനുള്ള മനസ്സും ഡെഡിക്കേഷനുമാണ് ഏതൊരു എക്സാമിനേഷനും വിജയിക്കുന്നതിന്റെ അടിസ്ഥാനം. ആ ഒരു ഉറച്ച നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതൊരു എക്സാമിനേഷനും നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാവുന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. അപ്പോൾ മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.